ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പോലെ ഒരു ക്യാച്ച് ഈ അടുത്ത കാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. ചരക്കിന്റെ ഏറിയ പങ്ക് നമുക്ക് തന്നെ കിട്ടണം. പക്ഷേ ചരക്കിന് വിലയൽപ്പം ചൂടാണ്. കൂടുതൽ വില കൊടുത്തെടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. സാരമില്ല, അടുത്ത ആഴ്ച നമുക്ക് ഷിപ്മെന്റ് ആണ്. അതുകൊണ്ട് റെഡി ക്യാഷ് കൊടുത്ത് മുഴുവൻ ചരക്ക് നമുക്ക് തന്നെ എടുക്കണം. ചരക്ക് കൂടിപ്പോയാലും സംഗതി പൗളാന്നേ മുതലാളി. കൃഷ്ണൻകുട്ടി, നമ്മുടെ പുതിയ ഫ്രീസിംഗ് പ്ലാനിന്റെ പേപ്പറുമായിട്ട് സ്ഥലത്ത് വരാൻ എഞ്ചിനീയർക്കൊന്ന് ഫോൺ ചെയ്യണം. ഓക്കെ സാർ. നിങ്ങൾ തർക്കിക്കണ്ട, 450 രൂപ കുറച്ച് തരത്തില്ല. നിങ്ങളങ്ങനെ കടുംപിടുത്തം പിടിക്കാതെ. ഇത് നാരനാ, കമ്പനി കൊണ്ട കൊടുത്ത ഇഷ്ടം പോലെ കാശ് കിട്ടും. മുതലാളിമാർക്ക് ചരക്ക് എവിടെ നിന്നും കിട്ടും. ഞാനും 10-15 പെണ്ണുങ്ങളെ വെച്ച് ഫീലിംഗ് നടത്തുന്നവരാ. നിങ്ങളെപ്പോലുള്ളവർ തന്നില്ലെങ്കിൽ എനിക്ക് ചരക്ക് എവിടെ നിന്ന് കിട്ടും? അതൊരു കാര്യം ചെയ്യും, ഒരു 25 രൂപ കൂടെയും കുടിച്ചു. ഇതൊന്നും പറഞ്ഞ് നടക്കില്ലെന്നേ. അങ്ങനെ വാശി പിടിക്കാതെ വാന്നേ. ചെക്ക് ഒപ്പിട്ടില്ല. ഇപ്പോഴാണ് ഓർക്കുന്നത്, ബാങ്ക് സമയം കഴിഞ്ഞില്ല. ഇത്ര എന്തെടുക്കായിരുന്നു? ഞാന് പിള്ളേരെ ബിസിനസ് നേരെ നോക്കാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയിരുന്ന എങ്ങനെയാ ഇതൊക്കെ പഠിക്കുന്നത്? നീ ഈ പ്ലാനിൽ വരാൻ പറഞ്ഞിട്ട് വർഷം കണ്ടായില്ലേ? എന്നിട്ട് എന്ത് പഠിച്ചു? കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ എന്നിട്ട് ചെയ്യാത്തത് എന്തോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങണം. അച്ഛൻ ഒരു ഉൾപ്പെട്ടിയെ പോലെ ചാടി കടിക്കാൻ പേടിപ്പിക്കില്ലല്ലോ. എടാ, ഞാൻ നിന്നെ പേടിപ്പിക്കുന്നതിനാ. നീ നന്നാവാൻ വേണ്ടി. എടാ, എന്റെ കാലം കഴിഞ്ഞ ഈ പ്ലാൻ ഒക്കെ നോക്കേണ്ട നീയല്ലേ? ചെക്ക് ആ ബോട്ടെടുത്തിട്ട് നാളെ കൊടുത്താൽ മതി.
ഒരു മഴ പെയ്തു.